ലോക ജനസംഖ്യാ ദിനം. ഓരോ ലോക ജനസംഖ്യാ ദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. വർദ്ധിച്ചുവരുന്ന ജനപ്പെരുപ്പം സൃഷ്ടിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും നമുക്കുണ്ടാവുക. ജനപ്പെരുപ്പം ഒരു വലിയ പ്രതിസന്ധിയായി ലോകത്തിനു മുന്നിൽ നിൽക്കുന്ന കാലത്താണ് 2024 കടന്നു പോകുന്നത്. പട്ടിണി മരണങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷ മലിനീകരണവും തുടങ്ങി മനുഷ്യവാസത്തെ ബാധിക്കുന്ന നിരവധി പ്രതിസന്ധികൾക്ക് മുന്നിൽ ഒരു നിഴലായി ജനപ്പെരുപ്പമുണ്ട്. ജനസംഖ്യയിലെ ആഗോള വളർച്ചാ തോത് ഓരോ വർഷവും 25 മില്യനാണ്. അതായത് 1.1%. ഈ കണക്ക് പ്രകാരം 2030 8.4 ബില്യണും 2050 അത് 9.6 ബില്യണുമാകും. അതിവേഗത്തിലുള്ള ഈ വളർച്ചയ്ക്കൊപ്പം ദാരിദ്ര്യനിരക്കും ഉയരുമെന്നതാണ് ഭയാനകമായ പ്രതിസന്ധി. വികസ്വര രാജ്യങ്ങളിൽ ജനപ്പെരുപ്പം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ്, താഴ്ന്ന ജീവിത ഗുണനിലവാരം എന്നിവയെല്ലാം ജനപ്പെരുപ്പത്തിനൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ്. അതുകൊണ്ടുതന്നെ ജനസംഖ്യ കുറയ്ക്കുന്നതിനൊപ്പം തന്നെ ദാരിദ്ര്യവും കുറയ്ക്കാമെന്ന ഓർമ്മപ്പെടുത്തലാണ് ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭയുടെ വികസന ലക്ഷ്യങ്ങളിലൊന്ന് 2025 ദാരിദ്ര്യവും പട്ടിണിയും പകുതിയായി കുറയ്ക്കുക എന്നതാണ്. എന്നാൽ ഈ ലക്ഷ്യം സാധ്യമാവണമെങ്കിൽ ജനസംഖ്യയിലെ സ്ഫോടനാത്മകമായ വളർച്ച തടഞ്ഞേ മതിയാകൂ. ശരിയായ രീതിയിലുള്ള ബോധവൽക്കരണവും നിയമങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ജനസംഖ്യയിൽ 2ാം സ്ഥാനമായിരുന്ന ഇന്ത്യ ഒന്നാമതെത്തുകയും ഒന്നാമതായിരുന്ന ചൈന രണ്ടാമതെത്തുകയും ചെയ്തത് ചൈനയിലെ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചൈനയിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. പല വികസ്വര രാജ്യങ്ങൾക്കും ഇത്തരം നിയന്ത്രണങ്ങൾക്കോ നിയമങ്ങൾ കർശനമാക്കാനോ സാധിച്ചിട്ടില്ല. എങ്കിലും ലോക ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് ലോകത്തെ ഒന്നാകെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. പ്രകൃതി വിഭവങ്ങൾ ഗണ്യമായി കുറയുകയും പരിസ്ഥിതി മലിനീകരണം അനിയന്ത്രിതമാവുകയും ചെയ്യുന്ന ഈ കാലത്ത് ഇനിയെങ്കിലും ലോക ജനത ബോധവാന്മാരാകേണ്ടതുണ്ട്. ജനസംഖ്യക്കൊപ്പം വിഭവങ്ങൾ വർദ്ധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ സുലഭമായ പല വിഭവങ്ങളും മനുഷ്യൻ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണിത്. ഇക്കാര്യത്തിൽ വ്യക്തമായ ബോധവൽക്കരണം ആഗോളതലത്തിൽ തന്നെ നടന്നില്ലെങ്കിൽ കൊടും പട്ടിണിയും ദാരിദ്ര്യവുമാണ് ലോകം അഭിമുഖീകരിക്കേണ്ടി വരിക.